സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ക്യൂബ് ഇൻ ദ ആൻസർ ഫിഗർ കനോട്ട് ബി മെയ്ഡ് ബേസ്ഡ് ഓൺ ദ എക്സ്പാൻഡഡ് ക്യൂബ് ഇൻ ദ ക്വസ്റ്റ്യൻ ഫിഗർ അല്ലേ? ഈ ഒരു അൺഫോൾഡഡ് ക്യൂബ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടല്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റാത്ത ക്യൂബ്, ക്ലോസ്ഡ് ക്യൂബ് ഇതിനകത്ത് ഈ ABCDയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് അൺഫോൾഡഡ് ക്യൂബിൽ നിന്ന് എന്ത് മനസ്സിലാവും? ഈ ഡാർക്ക് സർക്കിളിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഈ ഇൻഡു ആണ്. ഈ ഡബിൾ ലൈൻ, ഈ ഡബിൾ പാരൽ ലൈൻസിന്റെ ഓപ്പോസിറ്റ് ഈ ഹെക്സഗൺ ആണ്. ഈ സ്റ്റാറിന്റെ ഓപ്പോസിറ്റ് ഈ 4 ഡോട്ട് ആണ് അല്ലേ? സോ എന്താണ് ഇവരൊന്നും എന്ത് വരാൻ പാടില്ല? ഈ ഒരു അൺഫോൾഡഡ് ക്യൂബ് വെച്ചിട്ട് മെയ്ഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഇവരൊന്നും ഈ ഓപ്പോസിറ്റ് ഒന്നും അഡ്ജസന്റ് വരാൻ പാടില്ല. നമുക്ക് ഫിഗർ എ നോക്കാം. ഫിഗർ എയിൽ ദാ സർക്കിൾ ഉണ്ടല്ലേ? അപ്പൊ സർക്കിളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇൻഡു എന്ത് വരാൻ പാടില്ല? അഡ്ജസന്റ് വരാൻ പാടില്ല. അതൊന്നും വന്നിട്ടില്ല. ഇനി സ്റ്റാറിന്റെ ഓപ്പോസിറ്റ് 4 ഡോട്ട് ആണ്. അതും അഡ്ജസന്റ് വരാൻ പാടില്ല, വന്നിട്ടില്ല. 2 പാരൽ ലൈൻസിന്റെ ഓപ്പോസിറ്റ് ഹെക്സഗൺ, അതും എന്താണ്? അഡ്ജസന്റ് വന്നിട്ടില്ല. സോ ഫിഗർ എ എന്ന് പറയുന്നത് ഈ ഒരു ക്യൂബിന്, ഈ അൺഫോൾഡ് ക്യൂബിന് ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഫിഗർ ബി നോക്കിക്കേ. പാരൽ ലൈൻ ഉണ്ട്. പാരൽ ലൈനിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹെക്സഗൺ എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്? അഡ്ജസന്റ് ആയിട്ട് പാരലിന്റെ ഓപ്പോസിറ്റ് ആണ് ഹെക്സഗൺ എന്ന് അറിയാവുന്ന ഹെക്സഗൺ നമുക്ക് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവ രണ്ടുപേരും അഡ്ജസന്റ് വന്നിട്ടുണ്ട്. അങ്ങനെ വരാൻ എന്ത് പാടില്ല. സോ എന്താണ്? നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഫിഗർ ബി എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു അൺഫോൾഡഡ് ഡൈസിന് എന്താണ്? അൺഫോൾഡ് ഡൈസിന്റെ ബേസിലല്ല ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. സോ എന്താണ്? ഫിഗർ ബി ആണ് ബേസ്. ആ ഒരു ബേസ് ഈ അൺഫോൾഡ് ഡൈസിന്റെ ബേസിൽ ഉണ്ടാക്കിയിട്ടില്ലാത്തത്. സോ ഫിഗർ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Select the cube that can be formed by folding the given sheet along the lines. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ അൺഫോൾഡഡ് ക്യൂബിന്റെ ബേസിൽ ഉണ്ടാക്കിയിരിക്കുന്ന ക്യൂബ് ആണ് അല്ലേ? എന്താണ്? ക്യൂബ് that can be formed by folding the given sheet along the lines. സോ എന്താണ്? 1ന്റെ ഓപ്പോസിറ്റ്, ഈ അൺഫോൾഡഡ് ക്യൂബിന്റെ അവിടെ നിന്ന് നമുക്ക് 1ന്റെ ഓപ്പോസിറ്റ് 3 കിട്ടും, 2ന്റെ ഓപ്പോസിറ്റ് 4 കിട്ടും, 5ന്റെ ഓപ്പോസിറ്റ് 6 കിട്ടും. സോ എന്താണ്? ഇവരൊന്നും അഡ്ജസന്റ് വരാൻ പാടില്ല. ഇവിടെ നോക്കിക്കേ, ഫിഗർ എയിൽ 6ഉം 5ഉം അഡ്ജസന്റ് വന്നിട്ടുണ്ട്. നമുക്കറിയാം 5ഉം 6ഉം ഓപ്പോസിറ്റ് ആണ്. സോ ഫിഗർ എ അതിന്റെ ബേസിസിലല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ഫിഗർ ബിയിലും 6ഉം 5ഉം ഓപ്പോസിറ്റ് വന്നിട്ടുണ്ട്. സോ അതും ഫോളോ ചെയ്യില്ല. ഇനി അടുത്തത് എന്താണ്? 2, 3, 6 ആണ് ഫിഗർ സിയിലുള്ളത്. 6ന്റെ ഓപ്പോസിറ്റ് 5 അഡ്ജസന്റ് വന്നിട്ടില്ല. 3യുടെ ഓപ്പോസിറ്റ് 1ഉം അഡ്ജസന്റ് വന്നിട്ടില്ല. 2ന്റെ ഓപ്പോസിറ്റ് എന്താണ്? 2ന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 4ഉം അഡ്ജസന്റ് വന്നിട്ടില്ല. സോ ഫിഗർ സി എന്ന് പറയുന്നത് എന്താണ്? ഈ അൺഫോൾഡ് ക്യൂബിന്റെ ബേസിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എന്താണ്? ഫിഗർ ഡിയിൽ 1 ഉണ്ട്. 1ന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 3 അഡ്ജസന്റ് വന്നിട്ടില്ല. 4ന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2ഉം അഡ്ജസന്റ് വന്നിട്ടില്ല. 6ന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 5ഉം അഡ്ജസന്റ് വന്നിട്ടില്ല. സോ ഇതും ഫോളോ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. സോ ഫിഗർ സി ആൻഡ് ഡി എന്താണ്? ഈ അൺഫോൾഡഡ് ക്യൂബിന്റെ ബേസിസിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് പറയാം. സോ ആൻസർ എന്ന് പറയുന്നത് only സി ആൻഡ് ഡി. ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദ ഗിവൺ ഷീറ്റ് ഈസ് ഫോൾഡഡ് ടു ഫോം എ ക്യൂബ് വിച്ച് ദ ഗിവൺ ഫിഗേഴ്സ് ഈസ് ഓർ ആർ പോസിബിൾ. അതായത് എന്താണ്? ഈ ഒരു ഷീറ്റ് ഫോൾഡ് ചെയ്യുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ക്യൂബ് അല്ലെങ്കിൽ ഡൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നോക്കിക്കേ, നമുക്ക് ഈ ഒരു ഷീറ്റിൽ നിന്ന് എയുടെ ഓപ്പോസിറ്റ് ഐ ആണെന്ന് കിട്ടി അല്ലേ? ഇസഡിന്റെ ഓപ്പോസിറ്റ് യു, ഇയുടെ ഓപ്പോസിറ്റ് ഓ. സോ എന്താണ്? ഈ താഴെ തന്നിരിക്കുന്ന ഡൈസിൽ ഇവരൊന്നും എന്ത് വരാൻ പാടില്ല? അഡ്ജസന്റ് വരാൻ പാടില്ല. സോ ഒന്നാമത്തെ ഡൈസിൽ തന്നെ എയും ഐയും അഡ്ജസന്റ് വന്നിട്ടുണ്ട്. അവർ ഓപ്പോസിറ്റ് ആണെന്ന് നമുക്കറിയാം. സോ ഒന്നാമത്തെ ഫിഗർ ഫോളോ ചെയ്യില്ല. ഇനി എന്താണ്? രണ്ടാമത്തെ ഫിഗറിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇയും ഓയും അഡ്ജസന്റ് വന്നിട്ടുണ്ട്. സോ അവരും എന്ത് ചെയ്യില്ല? ഫോളോ ചെയ്യില്ല. ഇനി എന്താണ്? മൂന്നാമത്തെ ഫിഗറിൽ എയുടെ ഓപ്പോസിറ്റ് എ വന്നിട്ടുണ്ട്. എയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഐ അഡ്ജസന്റ് വന്നിട്ടില്ല. ഇസഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള യു അഡ്ജസന്റ് വന്നിട്ടില്ല. ഇയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓയും അഡ്ജസന്റ് വന്നിട്ടില്ല. സോ 3 എന്തെന്ന് പറയാം? നമുക്ക് ഫോളോ ചെയ്യുന്നെന്ന് പറയാം. ഇനി ഫിഗർ 4 നോക്കിക്കേ. ഇസഡും യുവും ഓപ്പോസിറ്റ് വരേണ്ട ഇസഡ് യുവും അഡ്ജസന്റ് വന്നു. സോ 4ഉം ഫോളോ ചെയ്യത്തില്ല. സോ ഫോളോ ചെയ്യുന്നത് 3 മാത്രമാണ്. സോ ആൻസർ എന്ന് പറയുന്നത് only സി. ഓക്കെ, ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദ ഗിവൺ ഷീറ്റ് ഈസ് ഫോൾഡഡ് ടു ഫോം എ ക്യൂബ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിഗേഴ്സ് ഈസ് പോസിബിൾ. അതായത് ഈ ഒരു ഷീറ്റ് ഫോൾഡ് ചെയ്യുമ്പോൾ ഏതൊക്കെയാണ്, ഏത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് ക്യൂബാണ് പോസിബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആ ഷീറ്റിൽ നിന്ന് മനസ്സിലാക്കാം.
7ന്റെ ഓപ്പോസിറ്റ് 9 ആണ്, 8ന്റെ ഓപ്പോസിറ്റ് y ആണ്, എക്സിന്റെ ഓപ്പോസിറ്റ് z ആണ്. ഓക്കെ, നോക്കിക്കേ, ഫിഗർ എയിൽ തന്നെ 7ഉം 9ഉം അഡ്ജസന്റ് വന്നിട്ടുണ്ട്. അങ്ങനെ വരാൻ പാടില്ല അല്ലേ? സോ എ വരില്ല. ഇനി രണ്ടാമത്തെ ഫിഗറിലോ, രണ്ടാമത്തെ ഫിഗറിൽ 7ഉം 9ഉം, 7ന്റെ ഓപ്പോസിറ്റ് 9 ആണ്. സോ 9ന്റെ അഡ്ജസന്റ് ആയിട്ട് 7 വന്നിട്ടില്ല. ഓക്കെ, വൈയുടെ ഓപ്പോസിറ്റ് 8 ആണ്, അതും അഡ്ജസന്റ് വന്നിട്ടില്ല. എക്സിന്റെ ഓപ്പോസിറ്റ്, ഇസഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എക്സും അഡ്ജസന്റ് വന്നിട്ടില്ല. സോ ബി ഫോളോ ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് ഫിഗർ സിയിൽ എന്താണ്, 7ഉം 9ഉം ഓപ്പോസിറ്റ് ആയിട്ടുള്ള 7ഉം 9ഉം എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്ജസന്റ് വന്നിട്ടുണ്ട്. സോ അതും ഫോളോ ചെയ്യില്ല. ഇനി ഫിഗർ ഡിയിലോ ഓപ്പോസിറ്റ് വരേണ്ട എക്സും വൈയും അഡ്ജസന്റ് വന്നു. സോ അതും ഫോളോ ചെയ്യില്ല. സോ എന്താണ് ഫോളോ ചെയ്യുന്നത്, ഫിഗർ ബി മാത്രമാണ്. സോ ആൻസർ ഓപ്ഷൻ ബി, ഒൺലി ബി. ഓക്കെ, സോ ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഓപ്പൺ ഡൈസിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളത്. സോ ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഓപ്പൺ ഡൈസിൽ നോക്കിയത് എന്താണ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എന്താണ് ഡൈസ്, ഓപ്പൺ ഡൈസ് എങ്ങനെയൊക്കെ വരാം, എങ്ങനെയൊക്കെ ഷീറ്റ് വരാം, അതിനകത്ത് ഓപ്പോസിറ്റ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കി. പിന്നെ എന്താണ് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ചെയ്ത് നോക്കി. സോ നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.